ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മേജർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഗാർഡൻ ഡിസൈനിങ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായി നെക്സ്റ്റ് പോർഷൻ ഇന്ന് പറയാം. മെയിൻ്റനൻസ് ഓഫ് ഗാർഡൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ. ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടു പോന്നാൽ മാത്രം പോരാ, അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഡനിൽ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തുകൊണ്ട് ഇരിക്കണം. പ്രധാനമായിട്ടും 10 കാര്യങ്ങളാണ് ഗാർഡൻ മെയിൻ്റനൻസിൽ വരുന്നത്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഓർത്തെടുക്കാവുന്നതാണ്. ഒന്നാമത്തത് ഇറിഗേഷൻ, ജലസേചനം ചെയ്തു കൊടുക്കണം. മാനുവറിങ്, വളങ്ങൾ അപ്ലൈ ചെയ്തു കൊടുക്കണം. വീഡിങ്, കളകൾ റിമൂവ് ചെയ്യണം. നെക്സ്റ്റ് 4th പോയിന്റ് എന്ന് പറയുന്നത് ഫോർക്കിംഗ് ഓഫ് സോയിൽ, മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 5ാമത്തെ പോയിന്റ് റെഗുലർ ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് ഓഫ് ഷ്രബ്സ് ആൻഡ് ടോപ്പിയറീസ്. ഈ പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. 5th പോയിന്റ് റിമൂവൽ ഓഫ് ഓൾഡ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഡ്രൈഡ് ട്വിഗ്സ്. ഉണങ്ങിയ ഇലകളും പൂക്കളും കമ്പുകളും വെട്ടി ഒഴിവാക്കണം. പ്ലാന്റിംഗ് ഓഫ് ആനുവൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടാവും. അത് ഒരു വർഷം കൊണ്ട് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടാവും. അതിന് നമ്മൾ ഓരോ വർഷവും റീപ്ലാന്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ടൈംലി ഗ്യാപ്പ് ഫില്ലിംഗ്. അതായത് ചില ചെടികളൊക്കെ എന്തെങ്കിലും രോഗം വന്നിട്ടോ കീടബാധ കൊണ്ടോ നശിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചെടികൾക്ക് പകരമായിട്ട് പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കണം. 9th പോയിന്റ് ടൈംലി പ്ലാന്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ്. നമ്മൾ കീടങ്ങളും രോഗങ്ങളും നമ്മളുടെ ഗാർഡൻ പ്ലാന്റ്സിലും വരാം. അപ്പോൾ നമ്മൾ അതിനെതിരെ ഇൻസെക്ടിസൈഡ്സോ ഫംജിസൈഡ്സോ ഉപയോഗിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും നശിപ്പിക്കണം. ലാസ്റ്റ് പോയിന്റ് ടൈംലി പോട്ടിംഗ് ആൻഡ് റീപോട്ടിംഗ്. ചട്ടികളിൽ വളരുന്ന ചെടികൾ കുറച്ചു കാലം കഴിയുമ്പോൾ ചട്ടിയിൽ വേര് നിറഞ്ഞ് വളർച്ച മുരടിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ചട്ടികളിലേക്ക് പ്ലാന്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു. എന്താണ് ട്രെയിനിങ്? അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കട്ടിംഗ് അവേ അൺഡിസൈറബിൾ പാർട്സ് ഓഫ് എ ട്രീ ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ്. ഒരു മരത്തിന് കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചെടിയിലെ ആവശ്യമില്ലാത്ത കൊമ്പുകൾ വെട്ടി ഒഴിവാക്കുന്നതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് 2 മരങ്ങൾ കാണാം. അതിൽ ഒന്നാമത്തെ മരത്തിൽ കണ്ടോ, ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ള കൊമ്പുകൾ അൺഡിസയേർഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത കൊമ്പുകളാണ്. ആ മരത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുത്തുന്ന കൊമ്പുകളാണ്. ഈ കൊമ്പുകളെ വെട്ടി ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരത്തിന് കൃത്യമായ ഒരു ഷേപ്പ് വരുന്നത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ടു ഇമ്പാർട്ട് എ പർട്ടിക്കുലർ ഷേപ്പ് ടു എ ട്രീ. ഒരു മരത്തിന് കൃത്യമായ ഒരു ഷേപ്പ് നൽകുന്നതിന് ട്രെയിനിങ് സഹായിക്കും. രണ്ടാമത് ടു ഡെവലപ്പ് എ സ്ട്രോങ് ഫ്രെയിം വർക്ക് ഓഫ് ദ ട്രീ. കാറ്റ് വീശിയാലും ഒന്നും കടപുഴകി വീഴാത്ത രീതിയിൽ മരത്തിന് ഒരു സ്ട്രോങ് ഫ്രെയിം വർക്ക് നൽകും. ടു എൻഷുവർ റെഗുലർ ഈൽഡ്. കൃത്യമായിട്ട് നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവാൻ, കൃത്യമായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ ഇത് സഹായിക്കും, ട്രെയിനിങ് സഹായിക്കും. നെക്സ്റ്റ് ടു അവോയ്ഡ് ഓവർ ബിയറിങ്. ചില സമയത്ത് ചില മരങ്ങൾ ഒരുപാട് കായ്ക്കും, പക്ഷെ എല്ലാ കായും മൂപ്പാവാതെ കൊഴിഞ്ഞു പോവും. അത് ഒഴിവാക്കുന്നതിനും ട്രെയിനിങ് സഹായിക്കും. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ടു ഗെറ്റ് ഗുഡ് ക്വാളിറ്റി ഫ്രൂട്ട്സ്. ഒരുപാട് ഫ്രൂട്ട്സ് ഒരു മരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ മരത്തിൽ ഒരു ഫ്രൂട്ടിനും നല്ല ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കുറച്ച് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് കുറയ്ക്കുകയാണെങ്കിൽ ഉള്ള ഫ്രൂട്ട്സ് നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ്, നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സ്, നല്ല വലിപ്പമുള്ള ഫ്രൂട്ട്സ് ആയിട്ട് മാറും. അതിനൊക്കെ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്: ടു ഇമ്പാർട്ട് എ പർട്ടിക്കുലർ ഷേപ്പ് ടു എ ട്രീ, ടു ഡെവലപ്പ് എ സ്ട്രോങ് ഫ്രെയിംവർക്ക് ഓഫ് ദ ട്രീ, ടു എൻഷുവർ റെഗുലർ ഈൽഡ്, ടു അവോയ്ഡ് ഓവർ ബിയറിങ്, to get good quality
ഫ്രൂട്ട്സ്. 3 രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് സെൻട്രൽ ലീഡർ സിസ്റ്റം, രണ്ടാമത്തേത് ഓപ്പൺ സെൻറ്റർ സിസ്റ്റം, മൂന്നാമത്തേത് മോഡിഫൈഡ് ലീഡർ സിസ്റ്റം. ഈ 3 സിസ്റ്റവും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സിസ്റ്റമാണ് സെൻട്രൽ ലീഡർ സിസ്റ്റം. ഇതിൽ ലാറ്ററൽ ബ്രാഞ്ചസ് ആർ റിമൂവ്ഡ് ആൻഡ് സെൻട്രൽ സ്റ്റെം ഈസ് അലൗഡ് ടു ഗ്രോ. അതായത് സൈഡിലേക്ക് വളരുന്ന ബ്രാഞ്ചസ് എല്ലാം വെട്ടി നിർത്തിയിട്ട് മുകളിലേക്ക് വളരുന്ന സെൻട്രൽ സ്റ്റെമ്മിനെ വളരാൻ അനുവദിക്കുന്ന രീതിക്കാണ് സെൻട്രൽ ലീഡർ സിസ്റ്റം എന്ന് പറയുന്നത്. താഴെയുള്ള പിക്ചറിൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ ലീഡർ സിസ്റ്റം രീതിയിൽ ട്രെയിൻ ചെയ്ത് നിർത്തിയ ഒരു മരം കാണാം. ഇതിൻ്റെ വളർച്ച മുകളിലെ സ്റ്റെമ്മിലേക്ക്, സെൻട്രൽ സ്റ്റെമ്മിലാണ് കൂടുതലായിട്ട് വളർച്ച ഉണ്ടാവുക. അതുകൊണ്ട് പ്ലാന്റ് നല്ല ഹൈറ്റിൽ പോകും. രണ്ടാമത്തെ സിസ്റ്റമാണ് ഓപ്പൺ സെൻറ്റർ സിസ്റ്റം. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. സെൻട്രൽ സ്റ്റെം ഈസ് പ്രൂൺഡ് ആൻഡ് ലാറ്ററൽസ് ആർ അലൗഡ് ടു ഗ്രോ. സെൻട്രൽ സ്റ്റെം, മെയിൻ സ്റ്റെമ്മിനെ കട്ട് ചെയ്തിട്ട് ലാറ്ററൽ ബ്രാഞ്ചസിനെ വളരാൻ അനുവദിക്കും. അതുകൊണ്ട് ചെടിയുടെ ഷേപ്പ് എന്തായിട്ട് മാറും? ഒരു ബുഷി നേച്ചറായിട്ട് മാറും. ചെടി മറ്റേതുപോലെ പൊക്കം വെച്ച് പോവില്ല, ഷോർട്ടായിരിക്കും. ഓപ്പൺ സെൻറ്റർ സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാന്റ്സ് ഗെറ്റ് എ സ്പ്രെഡിങ് ഹാബിറ്റ്. ലാറ്ററൽസ് വളരുന്നതുകൊണ്ട് ചെടി പരന്ന് വളരുന്ന ഒരു ഹാബിറ്റ് കാണിക്കും. രണ്ടാമത്, ഇറ്റ് വിൽ റെഡ്യൂസ് പ്ലാന്റ് ഹൈറ്റ്. മെയിൻ സ്റ്റെം നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ലാറ്ററൽ ബ്രാഞ്ചസ് എല്ലാം ഒരുപോലെ വളരുന്നതുകൊണ്ട് പ്ലാന്റിൻ്റെ ഹൈറ്റ് സെൻട്രൽ ലീഡർ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇറ്റ് വിൽ ഇമ്പാർട്ട് എ സ്ട്രോങ് ഫ്രെയിം വർക്ക് ടു ദ പ്ലാന്റ്. പ്ലാന്റിന് നല്ല ഒരു ഫ്രെയിം വർക്ക് ഓപ്പൺ സെൻറ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെ ലഭിക്കും. നെക്സ്റ്റ് സിസ്റ്റമാണ് മോഡിഫൈഡ് ലീഡർ സിസ്റ്റം. നേരത്തെ നമ്മൾ പറഞ്ഞ സെൻട്രൽ ലീഡർ സിസ്റ്റത്തിൻ്റെയും ഓപ്പൺ സെൻറ്റർ സിസ്റ്റത്തിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് മിഡിലിൽ വരുന്ന സിസ്റ്റമാണ് മോഡിഫൈഡ് ലീഡർ സിസ്റ്റം. ഈ മോഡിഫൈഡ് ലീഡർ സിസ്റ്റത്തിൽ സെൻട്രൽ സ്റ്റെം ഒരു 4-5 വർഷം, the central stem is allowed to grow for 4 or 5 years, 4-5 വർഷം വളരാൻ അനുവദിക്കും. അതിന് ശേഷം സെൻട്രൽ സ്റ്റെം മുറിച്ചു മാറ്റും. സെൻട്രൽ സ്റ്റെം ഈസ് ഹെഡഡ് ബാക്ക് ആൻഡ് ലാറ്ററൽസ് ആർ അലൗഡ് ടു ഗ്രോ. അപ്പം ഇത് ഏതിന് അത്ര ഷോർട്ട് ആയിരിക്കില്ല. ഓപ്പൺ സെൻറ്റർ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ മരങ്ങളുടെ അത്ര ചെറുതായിരിക്കില്ല. പക്ഷേ സെൻട്രൽ ലീഡർ സിസ്റ്റത്തിൽ പറഞ്ഞ മരങ്ങളെക്കാളും അതിൻ്റെ പൊക്കം കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സിസ്റ്റമാണ് മോഡിഫൈഡ് ലീഡർ സിസ്റ്റം. സ്ക്രീനിലുള്ള പിക്ചറിൽ നിങ്ങൾക്ക് ഈ 3 സിസ്റ്റത്തിൽ വളർത്തിയ ട്രീസിൻ്റെയും ഒരു പിക്ചർ കാണാൻ പറ്റും. ഒന്നാമത്തേത് നിങ്ങൾ എന്നെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, സെൻട്രൽ ലീഡർ സിസ്റ്റമാണ്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് മോഡിഫൈഡ് സെൻട്രൽ ലീഡർ സിസ്റ്റമാണ്. മൂന്നാമത് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സെൻറ്റർ സിസ്റ്റത്തിൽ വളർത്തിയിട്ടുള്ള ഒരു മരത്തിൻ്റെ പിക്ചറാണ്. ഇനി നമുക്ക് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് എന്നാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ മെത്തേഡായ പ്രൂണിങ് എന്താണെന്ന് നോക്കാം. It is the removal of any part of the plant to increase fruiting and to improve the quality of fruits. ഫ്രൂട്ടിൻ്റെ എണ്ണം കൂട്ടുന്നതിനും ഉള്ള ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ചെടികളിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രീതിക്കാണ് നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൂണിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂണിങ് നടത്തുന്നത്. ഒന്നാമത്, ടു റിമൂവ് എക്സസ് ബ്രാഞ്ചസ്, അധികമുള്ള ബ്രാഞ്ചസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, ടു റിമൂവ് ഡെഡ് ഓർ ഡിസീസ്ഡ് ബ്രാഞ്ചസ്, ഉണങ്ങിപ്പോയ അസുഖം വന്ന കൊമ്പുകൾ മുറിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട്. ടു റിമൂവ് വാട്ടർ സ്പ്രൗട്ട്സ്, ഓൾഡ് ആയിട്ടുള്ള മരങ്ങളുടെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റെമ്മിൽ നിന്ന് വരുന്ന ഷൂട്ട്സിനെ, കൊമ്പുകളെയാണ് നമ്മൾ വാട്ടർ സ്പ്രൗട്ട്സ് എന്ന് പറയുക. ആ വാട്ടർ സ്പ്രൗട്ട്സിനെ റിമൂവ് ചെയ്യുന്നതിന്. ടു തിൻ ഫ്രൂട്ട്സ്, അധികമായിട്ട് ഫ്രൂട്ടിങ് ഉണ്ടെങ്കിൽ
അത് ഫ്രൂട്ട്സ് റിമൂവ് ചെയ്യുന്നതിന്. ടു ഓപ്പൺ ട്രീസ് ടു ഇംപ്രൂവ് കളർ ഓഫ് ഫ്രൂട്ട്സ്, അതായത് നമ്മൾ മരത്തിൽ അധികമുള്ള കൊമ്പുകൾ കളയുന്ന സമയത്ത് സൺലൈറ്റ് അധികമായിട്ട് മരത്തിനകത്തേക്ക് കയറുകയും അതുപോലെ എയറേഷൻ നന്നായിട്ട് ലഭിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ കളർ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. ടു ട്രെയിൻ എ പ്ലാന്റ് ടു ഡിസൈഡ് ഷേപ്പ്, ഒരു മരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടു ഡൈവേർട്ട് എനർജി ടു പ്രൊഡക്റ്റീവ് പാർട്സ്, അതായത് നമുക്ക് എവിടെയാണോ ഈൽഡ് കിട്ടേണ്ടത് ആ ഭാഗത്തേക്ക് ചെടികളിൽ ലഭിച്ചിട്ടുള്ള എനർജി എത്തുന്നതിന് വേണ്ടിയിട്ട്. ടു ഡെവലപ്പ് എ സ്ട്രോങ് ഫ്രെയിം വർക്ക്, മരങ്ങൾ കാറ്റ് വീശിയാലും മറിഞ്ഞു പോവാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൂണിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. അധികമുള്ള ബ്രാഞ്ചസ് റിമൂവ് ചെയ്യുന്നതിന്, അസുഖം വന്ന് ഉണങ്ങിപ്പോയിട്ടുള്ള ബ്രാഞ്ചസ് റിമൂവ് ചെയ്യുന്നതിന്, വാട്ടർ സ്പ്രൗട്ട്സ് ആവശ്യമില്ലാത്ത ബ്രാഞ്ചസ് റിമൂവ് ചെയ്യുന്നതിന്, ടു തിൻ ഫ്രൂട്ട്സ്, ടു ഓപ്പൺ ട്രീസ് ടു ഇംപ്രൂവ് കളർ ഓഫ് ഫ്രൂട്ട്സ്, ഫ്രൂട്ടിൻ്റെ കളർ ഇംപ്രൂവ് ചെയ്യുന്നതിന്, ടു ട്രെയിൻ എ പ്ലാന്റ് ടു ഡിസൈഡ് ഷേപ്പ്, ടു ഡൈവേർട്ട് എനർജി ടു പ്രൊഡക്റ്റീവ് പാർട്സ് ആൻഡ് ടു ഡെവലപ്പ് സ്ട്രോങ് ഫ്രെയിംവർക്ക്. ഇനി എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്രൂണിങ് എന്ന് നോക്കാം. ജസ്റ്റ് പേരുകളൊന്ന് പറയാം, അതിനുശേഷം അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത് ഹെഡിങ് ബാക്ക്, തിന്നിങ് ഔട്ട്, പിഞ്ചിങ് ഓർ സ്റ്റോപ്പിംഗ്, ഡിസ്ബഡിങ്, ഡീഷൂട്ടിംഗ്, റൂട്ട് പ്രൂണിങ്, ക്ലീനിങ് അപ്പ്, തിന്നിങ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്രൂണിങ് എന്ന് പറയുന്നത്. പ്രൂണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കൂ. ഒന്നാമത്തെ മെത്തേഡ് ഹെഡിങ് ബാക്ക്, റിമൂവൽ ഓഫ് സെൻട്രൽ സ്റ്റെം ടു എൻഹാൻസ് ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബ്രാഞ്ചസ്. അതായത് മെയിൻ ബ്രാഞ്ചിനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാറ്ററൽ ബ്രാഞ്ചസ് വളരാൻ തുടങ്ങും. പ്ലാന്റിന് ബുഷി നേച്ചറാണ് നമ്മൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന പ്രൂണിങ് മെത്തേഡാണ് ഹെഡിങ് ബാക്ക്. ഇതിൽ റെഡ് ലൈൻസ് ഈ കൊമ്പുകൾ, ഈ മെയിൻ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ റെഡ് ലൈനുകൾ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മെത്തേഡാണ് തിന്നിങ് ഔട്ട്. ഇതിൽ നമുക്ക് റിമൂവൽ ഓഫ് ഡിസീസ്ഡ് ബ്രാഞ്ചസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ലീവ്സ് ആൻഡ് റൂട്ട്സ്. അസുഖം വന്നു കഴിഞ്ഞാൽ കൊമ്പുകൾ, പൂക്കൾ, ഫ്രൂട്ട്സ്, ഇലകൾ, വേരുകൾ ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? തിന്നിങ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഒരു മരം, അതിൽ ഒരുപാട് ബ്രാഞ്ചസ്, ആ ബ്രാഞ്ചസിൽ ചിലപ്പോൾ ഡിസീസ്ഡ് ബ്രാഞ്ചസ് ഉണ്ടാവും, വീക്കായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാവും, നമുക്ക് ആവശ്യമില്ലാത്ത ബ്രാഞ്ചസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ബ്രാഞ്ചസിനെയും ഫ്ലവേഴ്സിനെയും ഫ്രൂട്ട്സിനെയും ലീവ്സിനെയും റൂട്ട്സിനെയും എല്ലാം ഒഴിവാക്കുന്ന രീതിക്കാണ് തിന്നിങ് ഔട്ട് എന്നതുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രൂണിങ് ആണ് പിഞ്ചിങ് ഓർ സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ചെടിയുടെ ടോപ്പ് പോർഷൻ, ഇളം തണ്ടുകൾ മുകളിൽ വെച്ചിട്ട് കൈകൊണ്ട് നുള്ളിക്കളയുന്ന മെത്തേഡിനെയാണ് പിഞ്ചിങ് ഓർ സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. The top portion of plant is removed with hand to stimulate production of laterals. അതായത് ഇതിൻ്റെ ഏറ്റവും ഇളം ഭാഗം, ടോപ്പ് പോർഷൻ നമ്മൾ കൈകൊണ്ട് നുള്ളിക്കളയുമ്പോൾ ലാറ്ററൽ ബ്രാഞ്ചസ് വളരാൻ തുടങ്ങും. ഇത് സാധാരണ ഫ്ലവറിങ് പ്ലാന്റ്സിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഡാലിയ, കാർണേഷൻ, ക്രിസാന്തിമം ആൻഡ് മാരിഗോൾഡ്. നെക്സ്റ്റ് പ്രൂണിങ് മെത്തേഡാണ് ഡിസ്ബഡിങ് എന്ന് പറയുന്നത്. ഡിസ്ബഡിങ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാം, ചെടിയുടെ ബഡ്സിനെ റിമൂവ് ചെയ്ത് കളയാം. ഇലയുടെ സൈഡിൽ നിന്ന് വരുന്ന ബഡ്സിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ ബഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കുറയുമെങ്കിലും ഫ്ലവറിൻ്റെ വലിപ്പവും കളറും കൂടുന്നതിന് ഡിസ്ബഡിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് ഡിസ്ബഡിങ്? ദ അൺവാണ്ടഡ് ബഡ്സ് ആർ റിമൂവ്ഡ്. ഇറ്റ് വിൽ ഇൻക്രീസ് ക്വാളിറ്റി ഓഫ് ഫ്ലവേഴ്സ്. അതിന് എക്സാമ്പിളാണ് സീനിയ, ക്രിസാന്തിമം, ഡാലിയ തുടങ്ങിയ ഫ്ലവേഴ്സിലാണ് ഡിസ്ബഡിങ് എന്ന് പറയുന്ന പ്രൂണിങ് മെത്തേഡ് നമ്മൾ ചെയ്യാറ്.
നെക്സ്റ്റ് പ്രൂണിങ് മെത്തേഡാണ് ഡീഷൂട്ടിംഗ് എന്ന് പറയുന്നത്. സൈഡിലേക്ക് വരുന്ന ബ്രാഞ്ചസിനെ റിമൂവ് ചെയ്ത് മെയിൻ സ്റ്റെം വളരാൻ അനുവദിക്കുന്ന രീതിക്കാണ് ഡീഷൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൂണിങ് മെത്തേഡാണ് റൂട്ട് പ്രൂണിങ്. റൂട്ട് പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത വേരുകൾ റിമൂവ് ചെയ്യുക. ഇത് പ്രധാനമായിട്ടും പോട്ടിംഗ് ആൻഡ് റീപോട്ടിങ്ങിൻ്റെ സമയത്ത് ചെടികൾ ചട്ടികളിൽ നിന്ന് മാറ്റി നടുമ്പോഴും, അതുപോലെ ബോൺസായി ഉണ്ടാക്കാൻ, ബോൺസായിയെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ബോൺസായി എന്ന് പറയുന്ന ഒരു കൃഷി രീതിയുണ്ട്. ചെടികളെ കുള്ളന്മാരാക്കി വളർത്തുന്ന ഒരു കൃഷി രീതിയാണ് ബോൺസായി എന്ന് പറയുന്നത്. ഗാർഡനിങ്ങിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബോൺസായി. അപ്പോൾ ബോൺസായിയുടെ പ്രിപ്പറേഷനാണ് കൂടുതലായിട്ടും റൂട്ട് പ്രൂണിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൂണിങ് മെത്തേഡാണ് ക്ലീനിങ് അപ്പ്. ക്ലീനിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുക, ചെടികളെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഉണങ്ങിയ അതുപോലെ അസുഖം വന്ന ഭാഗങ്ങൾ റിമൂവ് ചെയ്യണതിനെയാണ് ക്ലീനിങ് അപ്പ് എന്ന് പറയുന്നത്. അത് ഫ്ലവേഴ്സ് ആവാം, ഫ്രൂട്ട്സ് ആവാം, ബ്രാഞ്ചസ് ആവാം. ഇങ്ങനെ ഏത് ഡെഡ് അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള പാർട്സിനെയും റിമൂവ് ചെയ്യണതിനെ ക്ലീനിങ് അപ്പ് എന്ന് പറയും. അടുത്ത മെത്തേഡാണ് തിന്നിങ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും നമ്മൾ റിമൂവ് ചെയ്യണത്? വെൻ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഡെൻസ്ലി, ഒരുപാട് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒരുമിച്ച് ഉണ്ടാവുകയാണെങ്കിൽ ദേ ആർ തിൻഡ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി. ഒരുപാട് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഉണ്ടാവുമ്പം എന്തുണ്ടാവും? ഉണ്ടാവുന്ന ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും ഒന്നും തന്നെ നമ്മൾ വിചാരിച്ച ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും മോശം ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സും ഫ്ലവേഴ്സും റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇതാണ് ഈ മെത്തേഡ് ഓഫ് പ്രൂണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ്റനൻസ് ഓഫ് ഗാർഡൻ ആണ് ഡിസ്കസ് ചെയ്തത്. മെയിൻ്റനൻസ് ഓഫ് ഗാർഡനിൽ ഇറിഗേഷൻ, മാനുവറിങ്, വീഡിങ്, ഫോർക്കിംഗ് ഓഫ് സോയിൽ, regular training and pruning of shrubs and topiaries, removal of old leaves, flowers and dried twigs, planting of annual flowering plants, timely gap filling, timely plant protection measures. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റനൻസ് ഓഫ് ഗാർഡനിൽ വരുന്നത്. അതിൽ ട്രെയിനിങ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മുറിച്ച് കളയണം, ആവശ്യമില്ലാത്ത ബ്രാഞ്ചസ് മുറിച്ച് കളയുന്നതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ട്രെയിനിങ് മെത്തേഡ്സ് പറഞ്ഞു. സെൻട്രൽ ലീഡർ സിസ്റ്റം, ഓപ്പൺ സെൻറ്റർ സിസ്റ്റം ആൻഡ് മോഡിഫൈഡ് ലീഡർ സിസ്റ്റം. ഇത് മൂന്നും കമ്പയർ ചെയ്യുന്ന ഒരു പിക്ചറാണ്. ഇതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ അടിയിൽ കൊടുത്ത ടൈറ്റിൽ നോക്കാതെ തന്നെ പറയാൻ പറ്റണം ഇതിൽ ഏത് സിസ്റ്റമാണ് എന്നുള്ളത്. ആദ്യത്തെ സിസ്റ്റം സെൻട്രൽ ലീഡർ, രണ്ടാമത്തത് മോഡിഫൈഡ് സെൻട്രൽ ലീഡർ ആൻഡ് ലാസ്റ്റ് വൺ ഓപ്പൺ സെൻറ്റർ സിസ്റ്റം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൂണിങ് എന്താണെന്നാണ്. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് എനി പാർട്ട് ഓഫ് പ്ലാന്റ് ടു ഇൻക്രീസ് ഫ്രൂട്ടിംഗ് ആൻഡ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രൂണിങ് പറഞ്ഞു. ഹെഡിങ് ബാക്ക്, തിന്നിങ് ഔട്ട്, പിഞ്ചിങ് ഓർ സ്റ്റോപ്പിംഗ്, disbudding, de-shooting, root pruning, cleaning up and thinning of flowers and fruits. Thank you all.